أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا السلام عليكم ورحمة الله وبركاته. സയ്യിദ്നാ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു സൂറത്തുൻ നസ്റിന് നൽകിയ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടങ്ങളിലുണ്ടായ ദൈവിക സഹായങ്ങളെക്കുറിച്ചായിരുന്നു. ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെ തുടർന്ന് ഹുസൂർ പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടങ്ങളിൽ വ്യാജ നുബുവത്ത് വാദിച്ച ആളുകളുടെ കുഴപ്പങ്ങളെ ഇല്ലാതാക്കി സകാത്ത് നൽകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളുടെ എണ്ണം വളരെ അധികമായിരുന്നു. പല മുതിർന്ന സഹാബാക്കളും അവരുമായി യുദ്ധം ചെയ്യുന്ന കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിയോജിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നത് അവർ കുറഞ്ഞ പക്ഷം തൗഹീദിലും റിസാലത്തിലും വിശ്വസിക്കുന്നവരാണ്, വെറും സകാത്ത് നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കുക? ആ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ ധൈര്യപൂർവ്വം പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, ഒരു വ്യക്തി പ്രവാചകന്റെ കാലത്ത് ഒട്ടകത്തിൻ്റെ ഒരു കയർ പോലും സകാത്തായി നൽകിയിരുന്നത് ഇന്ന് നൽകുന്നില്ല എങ്കിൽ ഞാൻ അവനുമായി യുദ്ധം ചെയ്യുന്നതാണ്. അവിടുന്ന് കാണിച്ച ഈ ധൈര്യം കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹുവും അതിനോട് യോജിക്കുകയുണ്ടായി. അവിടുന്ന് മനസ്സിലാക്കി, ഇന്ന് ഈ ആളുകൾക്ക് സകാത്ത് നൽകാതിരിക്കാനുള്ള അനുവാദം നൽകുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അവർ നമസ്കാരവും നോമ്പും ഉപേക്ഷിക്കുന്നതാണ്. അങ്ങനെ ഇസ്ലാം പേരിനു മാത്രം അവശേഷിക്കുന്നതായിരിക്കും. ചുരുക്കത്തിൽ നിഷേധികളെ പ്രതിരോധിച്ചുകൊണ്ട് മാർഗഭ്രംശം സംഭവിച്ചവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സാധിച്ചു. യഥാർത്ഥത്തിൽ ഇസ്ലാം മതം ദൈവികമല്ലായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിൻ്റെ സത്യദൂതനല്ലായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ മാത്രം മുസ്ലിങ്ങളെ, ഇസ്ലാമിനെ ഇല്ലാതാക്കി തീർക്കുമായിരുന്നു. എന്നാൽ ഇസ്ലാം ആ അവസ്ഥയെയും തരണം ചെയ്തു. ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഈ വാഗ്ദാനമായിരുന്നു അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് നടത്തിയിരുന്നത്. അങ്ങ് ഭയക്കരുത്, എല്ലായ്പ്പോഴും ദൈവിക സഹായം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. തുടർന്ന് ഹുസൂർ പറയുന്നു, ആഭ്യന്തര പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനി ഭരണകൂടം മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. സർവ്വസന്നാഹങ്ങളും ഉണ്ടായൊരു സൈന്യം ഇറാഖിൽ വെച്ച് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തു. പക്ഷെ അവിടെയും അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകി. എന്നാൽ അത് അവസാനിക്കുമ്പോൾ തന്നെ ഷാമിലും മിസ്രിലും റോമക്കാരുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. ഡമസ്കസിലേക്കും ഫലസ്തീനിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും സൈന്യത്തെ അയക്കേണ്ടതായി വന്നു. ഈ വിധത്തിൽ എല്ലാ ഭാഗത്തു നിന്നും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആരോഗ്യം മോശമാവുകയും അവിടുന്ന് വഫാത്താവുകയും ഉണ്ടായി. അള്ളാഹു ആ സന്ദർഭത്തിൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയാക്കി. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടങ്ങളിലും നിരന്തരം യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അടങ്ങിയ സൈന്യങ്ങളെ നേരിടാൻ ആയിരങ്ങൾ മാത്രമുള്ള ചെറിയ മുസ്ലിങ്ങളുടെ സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിങ്ങൾക്കൊപ്പമുണ്ടായി. റോമൻ സാമ്രാജ്യവും ഇറാനും ഇസ്ലാം കീഴടക്കി, ഫലസ്തീനും കീഴടക്കി, വടക്കൻ ആഫ്രിക്ക വരെ അന്ന് ഇസ്ലാം വ്യാപിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടങ്ങളിലും ഇസ്ലാമിന് വലിയ വിധത്തിലുള്ള അഭിവൃദ്ധികളുണ്ടായി. എല്ലാ വിജയങ്ങളും അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആ പ്രവചനമനുസരിച്ചിട്ടുള്ളതായിരുന്നു. ഈ ആയത്തിൽ വന്ന അൽ ഫത്ഹ് എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, ഈ ആയത്തിൽ അലിഫും ലാമും ചേർന്നുകൊണ്ടാണ് അൽ ഫത്ഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പദത്തോടു കൂടി അലിഫും ലാമും ചേർന്ന് വരികയാണെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ പറയപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നയാൾക്കും ആരോടാണോ പറയുന്നത് അയാൾക്കും നല്ലപോലെ അറിയുന്നു എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട അൽ ഫത്ഹ് വിജയത്തെക്കുറിച്ചുള്ള പ്രവചനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും നല്ലപോലെ അറിവുണ്ടായിരുന്നു. ഹുസൂർ പറയുന്നു, ഇറാനും റോമും മുസ്ലിങ്ങൾ കീഴടക്കുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുമ്പോൾ സുറാഖയോട് ആ ദർശനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നുണ്ട്. അവിടുന്ന് സുറാഖയോട് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിൽ കിസ്റയുടെ വളകൾ അണിഞ്ഞതായി കാണുന്നു. ആ സമയത്ത് സുറാഖ മുസ്ലിം ആയിരുന്നില്ല. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ
ഇസ്ലാം ഇറാൻ വിജയിച്ചപ്പോൾ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു സുറാഖയെ വിളിച്ചുകൊണ്ട് ആ വളകൾ അണിയിക്കുകയുണ്ടായി. അപ്രകാരം തന്നെ അഹ്സാബ് യുദ്ധത്തിൻ്റെ അവസരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കല്ലുവെട്ടിയ സമയത്ത് 3 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുകയുണ്ടായി. സഹാബാക്കൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഞാൻ ആദ്യമായി വെട്ടിയപ്പോൾ എനിക്ക് കിസ്രയുടെ രാജകൊട്ടാരങ്ങൾ കാണിക്കപ്പെട്ടു. എൻ്റെ ഉമ്മത്ത് അത് കീഴടക്കുന്നതാണ്. അപ്പോൾ ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ വെട്ടിയപ്പോൾ എനിക്ക് റോമിലെയും ഷാമിലെയും കൊട്ടാരങ്ങൾ കാണിക്കപ്പെട്ടു. അതും എൻ്റെ ഉമ്മത്ത് കരസ്ഥമാക്കുന്നതാണ്. മൂന്നാമത് ഞാൻ വെട്ടിയപ്പോൾ എനിക്ക് യമനിലെ കൊട്ടാരങ്ങൾ കാണിക്കപ്പെട്ടു. അതിൻ്റെയും അധികാരം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഖിലാഫത്ത് കാലഘട്ടങ്ങളിലുണ്ടായ വിജയങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ദർശന മുഖേന അള്ളാഹു അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അൽ ഫതഹ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമിൽ ഉണ്ടാകാൻ പോകുന്ന ഈ വിജയങ്ങളെക്കുറിച്ച് അള്ളാഹു നേരത്തെ തന്നെ പ്രവാചകനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നു, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അതായത് അള്ളാഹുവിൻ്റെ സഹായവും വാഗ്ദാനം ചെയ്യപ്പെട്ട വിജയവും ഉണ്ടാകുമ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്താകുമ്പോൾ അവിടുന്ന് കൂട്ടത്തോടുകൂടി ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് എപ്പോഴാണ് കണ്ടത് എന്നുള്ളതാണ്. അതിന് മറുപടിയായിക്കൊണ്ട് ഹുസൂർ പറയുന്നത്, റഅയ്ത അല്ലെങ്കിൽ റുഇയത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണുകൾ കൊണ്ടോ ഹൃദയങ്ങൾ കൊണ്ടോ കാണുക അല്ലെങ്കിൽ അറിയുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുന്ന് ദർശനത്തിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അതായത് അസ്ഹാബെ ഫീലിനോട് അള്ളാഹു എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നീ കണ്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഈ സംഭവം, അതായത് അസ്ഹാബെ ഫീലിൻ്റെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജനനത്തിന് 1 വർഷം മുൻപാണ് നടക്കുന്നത്. അവിടുന്ന് അത് കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ചുള്ള ദൃഢമായ അറിവ് പ്രവാചകനുണ്ടായിരുന്നു. അപ്രകാരം തന്നെ ഇസ്ലാമിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള സുവാർത്തയും ദർശനങ്ങൾ മുഖേന അള്ളാഹു പ്രവാചകനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.